ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ഒന്നാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് അരങ്ങും പൊരുളുമാണ്. അതിലത്തെ ഒരു ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ചിത്രകാരിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. അരങ്ങും പൊരുളും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹിന്റ് നോക്കാം. കല ആനന്ദമാണ്, ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികളാണ് ഇത്. കല എന്ന് പറയുന്ന ആനന്ദമാണ് അല്ലേ. നമ്മൾ ഏതൊരു കലയിൽ ഏർപ്പെടുത്താലും, അതായത് ഇപ്പോൾ ചിത്രരചനയായിരിക്കാം, പാട്ടായിരിക്കാം, ഡാൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മിക്കുന്നതായിരിക്കാം, ഏതൊരു തരം കല ആണെങ്കിൽ കൂടി അത് നമ്മൾക്ക് അത് ചെയ്യുന്ന വ്യക്തിക്ക് നല്ല സന്തോഷം, ആനന്ദം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകാശം എങ്ങനെയാണ്, നമ്മളൊരു ലൈറ്റ് ഇടുകയാണെങ്കിൽ ആ പ്രകാശം ഒരു ഭാഗത്തേക്ക് മാത്രമല്ല പ്രകാശം കൊടുക്കുക അല്ലേ. അതെന്താ, അത് എല്ലാ ഭാഗത്തേക്കും പ്രകാശം കൊടുക്കും. അതുപോലെ തന്നെയാണ് ഈ കല എന്ന് പറയുന്നത് നമ്മൾക്ക് മൊത്തത്തിൽ സർവ്വവ്യാപിയായിട്ട് കിടക്കുന്ന ഒന്നാണ് ഈ കല എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഒന്നാമത്തെ പാഠഭാഗത്ത് അരങ്ങും പൊരുളും എന്നുള്ള പാഠഭാഗത്ത് തന്നെ എന്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നിരിക്കുന്നത്, കലകളെ കുറിച്ചിട്ടാണ്. കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുക. നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സെൻറ്റൻസിന് വെച്ച്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ വരികൾ വളരെ ശരിയാണ്. കല എന്നത് കലാകാരനും അത് ആസ്വദിക്കുന്നവർക്കും ഒരുപോലെ ആനന്ദം നൽകുന്നവയാണ്. കലാപ്രകാശം പോലെയാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. നാം ഒരു ബൾബ് ഇടുമ്പോൾ പ്രകാശം ഒരു മുറിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും പ്രകാശം നൽകുന്നത്. അതുപോലെ തന്നെ കല എല്ലാവർക്കും ഒരുപോലെയാണ് നൽകപ്പെടുന്നത്. അത് സ്വീകരിക്കുന്നത് രീതി ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. ചിത്രകാരി എന്നുള്ളൊരു പാഠഭാഗം നമ്മൾക്ക് നോക്കാം. ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു. പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനൊപ്പം മഞ്ഞയുടെ പേരിട്ടു. വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി കലർന്നു. വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ നിന്ന് തുറച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. നീ എന്താ വരച്ചു കൂട്ടണേ? അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു. 4-5 വരയും കുറിയും, ഇതൊക്കെ ആർക്കോ പറ്റാത്തേ. അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും. അതൊക്കെ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ജാടകൾ ഹാഫിസ് ഓർത്തു. എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും മാവും അയാളുടെ പെട്ടെന്നുള്ള നീറ്റുപോക്ക്, അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ. എന്നിട്ട് ഒരു നോട്ട് ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും. പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ്. കുറിക്കുന്നതോ പോരിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല. അവൾ കാണിച്ചിട്ടുമില്ല. കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത്? ഒരിക്കൽ ഉമ്മ ചോദിച്ചു. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആൾ കൂടുമ്പോൾ ഓളുടെ വരയും കുറയും. ആയിടെ ഒരിക്കൽ ഉമ്മയതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു. അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവളപ്പോൾ പറഞ്ഞു. ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. അത് പോരാ. ഉമ്മ അവൾക്ക് മുന്നിൽ വന്ന് നിന്നു. അനക്ക് കലത്തപ്പം ചുടാൻ അറിയോ? ഇല്ല. ചുക്കപ്പം ചുടാൻ അറിയോ? ഇല്ല. ബിരിയാണി വയ്ക്കോ? അവളുടെ നിശബ്ദതയിൽ നിന്നു ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിൻ്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു. അടുപ്പത്തെ പണി ഒരു കടലാ ഫിസേ. അത് അങ്ങോട്ട് തീർന്നു എന്ന് പറയാൻ പറ്റൂ? ഇങ്ങനെയാ? അത് എൻ്റെ പെയിൻ്റടി പോലെയല്ല അത്. എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. കുടുംബത്തെ ആണുങ്ങൾക്ക് വായിക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക, കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക, അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി. അല്ലെങ്കിൽ നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുക. ആരും ഒന്നും തിന്നും കുടിക്കുകയും വേണ്ട. കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടം എറിഞ്ഞ് ഉമ്മ കടന്നു പോകവേ 2 കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പകരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ
ചെളി അടർത്തിക്കൊണ്ടിരുന്നു. പിന്നെ കണ്ടിരുന്നേയില്ല കുറേ കാലം. പല കോലങ്ങളുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും. എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കുമെന്ന ഹാഫിസിൻ്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ച്. 10 മണിക്ക് എനിക്കൊരിടത്ത് പോവാനുണ്ട് ഹാഫിസ്. ഒന്നും ഉടനടക്കി ഫിസ ഒന്നും പറഞ്ഞില്ല. അസഹ്യതയോടെ പിന്നെ അതും ഇതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാൽ നടന്ന് ജനാലൊന്ന് തുറന്നടച്ച് അലമാരയിൽ ചിലത് പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളികണ്ണിട്ടു. പിന്നെ കൈവിരലുകൾ ഒരേ വേഗത ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും. പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ അയാൾക്കൊന്നും പിടികിട്ടിയതേയില്ല. ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ. അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേയില്ല. അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു. പലതരത്തിലുള്ളവ, വലുപ്പങ്ങളിലുള്ളവ, നിറങ്ങളിലുള്ളവ. തറവാട് വീടിൻ്റെ കോലായ ചുമരിലും ഇരിപ്പുമുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ. ഓള് നന്നായി വരയ്ക്കും, പിന്നെ കുറച്ച് എഴുത്തും വായനയും. അവളുടെ ഉപ്പ പറഞ്ഞു. കല്യാണം ഉറയ്ക്കുമ്പോഴാണ് പറയുമ്പോഴും അവൾ പറയുക വര നിർത്തൂലെന്ന്. അതിനിപ്പോൾ എന്താ, ഓള് വരച്ചോട്ടെ, ഓള് കൈകൊണ്ടല്ലേ, ഹാഫിസിൻ്റെ ഉപ്പ അലക്ഷ്യം പറഞ്ഞു. ഞമ്മക്കെന്താ അതിന് പണി, ഓള് വരച്ചോ. ഫിസ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങ് നേരത്തെ ഹാഫിസ് ചോദിച്ചു. ഭംഗിയുള്ള ഒരു പെയിൻറ്റിങ് അയാൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ച് അവൾ പറഞ്ഞു. നോക്കൂ, മൂടൽമഞ്ഞു പടർന്ന പ്രകൃതി, ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിൽ വെയിൽ, നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ്. മൂടൽമഞ്ഞ്, അവൾ പറഞ്ഞു. അതാണ് ഫിസ. അയാൾക്കാകപ്പാടെ വിസ്മയം തോന്നി. ഒരിത്തിരി അപകർഷവും. ഇങ്ങനെയൊരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെടുത്തിയിരുന്നില്ല. വെറുതെ കലപില പറഞ്ഞു പോകുന്ന പെൺകുട്ടികൾ, അവരുടെ ഉടുപ്പുകൾ, വളകിലുക്കങ്ങൾ, ഒളിഞ്ഞു നോട്ടങ്ങൾ, ഫാഷനെയും സിനിമകളെയും കുറിച്ചുമുള്ള വർത്തമാനങ്ങൾ, ആൺകുട്ടികളെക്കുറിച്ച്. ഇതിലപ്പുറം മൂടൽമഞ്ഞ്, റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വിലക്കയറ്റിറക്കങ്ങൾ, നല്ല ഭക്ഷണം, ചിരിക്കാൻ വക തരുന്ന സിനിമ, അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്. പക്ഷേ ചിത്രങ്ങളും കവിതകളും. ഞാൻ കണ്ടിട്ടുണ്ട് നിൻ്റെ പെണ്ണിനെ കണ്ണൂർ വെച്ച് ഇൻ്റർസോണിന്, സുഹൃത്ത് പറഞ്ഞു. നന്നായി വരയ്ക്കുമായിരുന്നു. അവൾക്ക് തന്നെയായിരുന്നു അന്ന് ഒന്നാം സ്ഥാനം. ആ വർഷം ചിത്രപ്രതിഭകളുമായി ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുസൃതിയോടെ ഹാഫിസിൻ്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു. അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ? ഇവനിതെന്താണ് പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടും കൂടി ഹാഫിസ് പറഞ്ഞു. ഇല്ല, ദൈവം തൊട്ട കൈവിരലുകൾ. അഭിപ്രായം എൻ്റേതല്ല ഹാഫി. അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അത്യാവശ്യം വാക്കും കൊണ്ടെന്ന് തോന്നുന്നു കക്ഷിയുടെ കയ്യിൽ. പക്ഷേ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, എപ്പോഴും എക്സ്ട്രീംലി സൈലൻറ്റ്. എന്നിട്ടോ ദൈവമേ, ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്ക് കയറിൽ. കുസൃതിയോടെ ആകുലതയെ ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്തു. ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫിസിന് പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി. അത് മൂർധാവിൽ തൊട്ട് നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചിൽ. ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ. മഞ്ഞപ്പച്ചകളുടെ മാത്രം കാട്, ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി. കാടങ്ങനെ പടർന്ന് മോനെവിടെ? അവനുണരാൻ നേരമായില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു. ചോദ്യത്തിൻ്റെ ലക്ഷ്യം ശരിക്കറിഞ്ഞെന്ന പോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല. ബ്രഷിൻ്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സാഗുതം നോക്കി തുടർന്നു. ഹാഫിസ് പൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി. നീണ്ടു നീർത്ത കൈവിരലുകൾ, ദൈവം തൊട്ടവ. പൊടുന്നനെ ഒരു അസ്വസ്ഥ്യം എന്തെന്നില്ലാതെ അയാൾ മൂടാൻ തുടങ്ങി. അസഹ്യതയോടെ വരാന്തയിലേക്ക് ഇറങ്ങി. അന്നത്തെ പത്രം എടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു. എന്തെന്നില്ലാതെ അയാളെ വല്ലാതെ അപകർഷപ്പെടുത്തിയിരുന്ന അവളുടെ വര. ഇടയ്ക്കൊരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനുമായി ആരോ ചിലർ വന്നുപോയി. ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നു തന്നേക്കും, അവർ പറഞ്ഞു. ഫിസ നല്ല ഉത്സാഹത്തിലായിരുന്നു. ഒരു താക്കീത് പോലെ അവനെ നോക്കി.
ഉപ്പ് കടന്നു പോകവേ ഹാഫിസ് അവസാനം എന്നോണം അവളോട് പറഞ്ഞു, ഒരു പണ്ടാരം വേണ്ട. അവൾ പ്രതികരിച്ചില്ല. ഇപ്പോഴെന്ന പോലെ നിശബ്ദമായി അങ്ങനെ അങ്ങ് പോയിക്കളഞ്ഞു. ഈ മിണ്ടാതിരിക്കലാണ് ഏറെ വെറുപ്പിക്കുന്നത്, ഹാഫിസ് മനസ്സിൽ പറഞ്ഞു. ചിത്രം വരയുന്നൊരു മിണ്ടാറില്ലേ? മിണ്ടിയ വരെ തെറ്റുമോ? അയാൾ അവളോട് ചോദിച്ചു. അതിന് അഹങ്കാരം എന്നാ പറയുക. വലിയ ആളുകളി. ഒരു ചായ വേണം എനിക്ക്, ഒരു ചായ. അയാൾ നിയന്ത്രണമറ്റൊരർച്ചയിൽ വീണ്ടും പറഞ്ഞു. പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തട്ടിന് തെറിപ്പിച്ചു കളഞ്ഞു. കാടിൻ്റെ പച്ചയിൽ അങ്ങിങ്ങ ചില നിറങ്ങൾ പടർന്നു, ഒരു ചേർച്ചയുമില്ലാത്തവ. നിർമ്മിഷയായി കുറിച്ചിടാതെ നോക്കി നിന്നവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി. ഡൈനിങ് ടേബിളിനരികിലേക്ക് നീങ്ങി. അവൾക്ക് പുറകെ കിരച്ചെത്തി അയാൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ച അടച്ചുവെച്ച പാത്രങ്ങൾ തുടർന്നു. മേശപ്പുറത്ത് അയാൾക്കേറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാതെ അടിച്ചു വെച്ചിരുന്നു. ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കൈകളിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കി. ദൈവം തൊട്ട കൈവിരൽ. അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് ഷാഹിന ഇ.കെയുടെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകളിൽ നിന്നാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. കലാവിഷ്കാരങ്ങൾ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? പാഠഭാഗം വായിച്ചപ്പോൾ തന്നെ ഫിസ എന്ന ചിത്രഭാഗത്തെ അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ വളരെയധികം മാനസികമായിട്ട് ചെയ്യുന്നില്ല. സംഘർഷങ്ങൾ അവൾ അവിടെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മൾ പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ്. പ്രോത്സാഹനമോ അതുപോലെ അവളുടെ കഴിവിനെ അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കാം. കലാകാരന്മാർ കലാവാസനകൾ ഏർപ്പെടുമ്പോൾ അവർക്ക് ആനന്ദം ലഭിക്കുന്നു. അവർ പരിസരം പോലും മറന്നായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഫിസ എന്ന ചിത്രകലാകാരിക്ക് ഒരിക്കലും ആ ഒരു ആനന്ദം ലഭിക്കുന്നില്ല. കാരണം അവളുടെ ഭർത്താവും വീട്ടുകാരും അവളുടെ കഴിവിനെ അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഓരോന്നും പറഞ്ഞ് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നാം ഇവിടെ കാണുന്നത്. ഫിസയുടെ ഭർത്താവിൻ്റെ പുരുഷ മേധാവിത്വമാണ് മറ്റുള്ളവർ അവളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കഥയുടെ അവസാനം അവൾ ചിത്രം വരയ്ക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും ബ്രഷ് തട്ടിത്തെറിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അവൾ അത് നിശബ്ദമായി നേരിടുകയും അവളുടെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ ചിത്രരചനയിൽ ഏർപ്പെടുകയും ചെയ്യും. എന്നാലും അവൾക്ക് പൂർണ്ണമായും ആനന്ദത്തോടെ അത് ആസ്വദിക്കുവാൻ കഴിയുന്നില്ല. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഉത്തരത്തിലേക്ക് പോകാം. വളരെ കഴിവുള്ള ഒരു ചിത്രകാരിയായ ഫിസ, ഒട്ടും കലാബോധമില്ലാത്ത ഭർത്താവും വീട്ടുകാരും. അവർക്കിടയിൽ തൻ്റെ കലയെ മുറുകെ പിടിച്ചും മരുമകളുടെ കടമകൾ നിറവേറ്റിക്കൊണ്ടും മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു. എത്ര പരിഹാസങ്ങൾ കേട്ടാലും നിശബ്ദതയായിരുന്നു അവളുടെ മറുപടി. തൻ്റെ കൂട്ടുകാരൻ ഫിസയുടെ കഴിവിനെ പുകഴ്ത്തുകയും അവളുടെ കൈ ദൈവം തൊട്ടനുഗ്രഹിച്ചതാണ് എന്ന് പറയുന്നത് കേട്ടിട്ടും ഒരു തരി പോലും മനസ്സിൽ മാറ്റമില്ലാതെ പുച്ഛത്തോടെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അവളുടെ ബ്രഷ് തട്ടിപ്പറിക്കുന്നത് ഈ കഥയുടെ അവസാനം കാണാൻ കഴിയും. ഇതിൽ നിന്നും തൻ്റെ ഭാര്യ തന്നെക്കാളും ഉയർന്നു പോകുന്നത് ഭർത്താവിന് അംഗീകരിക്കാൻ പറ്റാത്തത് കാരണമാണ്. ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും തൻ്റെ ഇഷ്ടങ്ങളെ മറക്കാൻ നമ്മുടെ കലാകാരി ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ ചിത്രം വരയ്ക്കുകയും മറ്റുള്ളവരുടെ കളിയാക്കലുകൾ നിശബ്ദതയോടെ ഒഴിവാക്കുകയുമാണ് ഇവിടെ കഥാപാത്രം ചെയ്യുന്നത്. അടുത്തതിലേക്ക് പോകാം. വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കും. വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നത് കൊണ്ട് വാക്യത്തിന് ആശയപരമായ എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ? ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗഭംഗി വിവരിക്കുക. വരയ്ക്കാതെ എന്ന് ഇവിടെ ആവർത്തിക്കുന്നത് കുറച്ചു കാലം തുടർച്ചയായി ചെയ്യാത്ത പ്രവർത്തനത്തിനാണ് നമ്മളത് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ വരയ്ക്കാതെ എന്ന് പറയുമ്പോൾ വരയ്ക്കാതെ കുറേ കാലം
നിൽക്കുമ്പോൾ അത് മറന്നു പോയിരിക്കും എന്നാണ്. ഒരു കാര്യം കുറേ കാലം ആവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ പാഠഭാഗത്ത് കലാകാരി സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ചു കാലം ചിത്രം വര നിർത്തിവച്ചിരുന്നു. ഇതിനെയാണ് വരയ്ക്കാതെ എന്ന് ആവർത്തിച്ചിരിക്കുന്നത്. കുറേ കാലം വരയ്ക്കാതെ ഇരുന്നാൽ അത് മറന്നു പോകുമെന്നാണ് കഥാസന്ദർഭത്തിൽ പറയുന്നത്. വേറെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ എഴുതി കുറേ കാലം തുടർച്ചയായി എഴുതുന്നതിനെ, ചാടി കുറേ പ്രാവശ്യം ചാടുന്നതിനെ. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവളപ്പോൾ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. കല്യാണം ഉറപ്പിക്കുമ്പോവാന്ന് പറയുമ്പോഴും അവൾ പറയാ വര നിർത്തൂലാന്ന്. മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഫിസ കഥാപാത്ര നിരൂപണം. ഷാഹിന ഇ.കെയുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ. വളരെയധികം കഴിവുള്ള ഒരു ചിത്രകാരിയാണ് അവൾ. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവൾക്ക് ചിത്രം വര. അതുകൊണ്ട് തന്നെ അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചു ചിത്രപ്രതിഭയുമായിരുന്നു അവൾ. അങ്ങനെയുള്ള അവളെ വിവാഹം കഴിച്ചത് ഒരു കച്ചവടക്കാരനായിരുന്നു. കലയെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്തവരായിരുന്നു ഭർത്താവും ഉമ്മയും. കല്യാണം കഴിഞ്ഞ നാളുകളിൽ അവളുടെ എഴുത്തിനെയും വരയെയും പുച്ഛിച്ചു. ഇതൊന്നും സ്ത്രീകൾക്ക് പറ്റിയതല്ല എന്നും സ്ത്രീകൾ നല്ല ഭക്ഷണമുണ്ടാക്കുക, കുട്ടികളെ നോക്കുക, വീട്ടുകാര്യങ്ങൾ നന്നായി കൊണ്ടുപോകുക എന്നിവയാണ് ചെയ്യേണ്ടത് എന്ന് ഉമ്മ പറയുമ്പോഴും ഉമ്മ പറഞ്ഞതാണ് ശരി എന്നുള്ള നിലയിലാണ് ഭർത്താവും. വിവാഹത്തോടെ ഒരു കലാകാരിയുടെ ജീവിതം മാറി മറിയുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പെണ്ണു കാണാൻ പോയപ്പോൾ ഫിസയുടെ ഉപ്പ മകൾ ഒരു ചിത്രകാരിയാണ് എന്നും കല്യാണം കഴിഞ്ഞാലും അവൾ വര നിർത്തില്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഹാഫിസിൻ്റെ ഉപ്പ അതിനെന്താ അവൾ വരച്ചോട്ടെ എന്ന് സമ്മതിച്ചതുമാണ്. സ്ത്രീകൾ ജോലിക്ക് പോകുന്നതും അവർക്ക് ഇഷ്ടമുള്ള കലയിൽ ഏർപ്പെടുന്നതും ഇഷ്ടമില്ലാത്തൊരു വീട്ടിലേക്കാണ് അവൾ ചെന്ന് കയറുന്നത്. അതോടെ അവളുടെ സ്വപ്നങ്ങൾ തകർന്നു എന്ന് വേണം പറയാൻ. എങ്കിലും കുടുംബകാര്യങ്ങളിൽ ഒരു കുറവും വരുത്താതെ അവൾ അവളുടെ കലയിൽ ഏർപ്പെട്ടാലും മറ്റുള്ളവരുടെ കളിയാക്കലും പരിഹാസവുമായിരുന്നു. മനസ്സ് ഒരുപാട് വേദനിച്ച് അവൾ കുറച്ചു കാലം വരയ്ക്കാതെ ഇരുന്നുവെങ്കിലും അവൾക്ക് തൻ്റെ കലയെ മറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ വരയ്ക്കാൻ തുടങ്ങി. പിന്നീട് അത് കണ്ട് മറ്റുള്ളവർ കളിയാക്കുമ്പോഴും നിശബ്ദമായി ഒരു മറുപടിയും പറയാതെ ഇരുന്നു. തൻ്റെ പ്രവൃത്തി തുടർന്നു. മൗനമാണ് അവളുടെ ആയുധം. അതൊരിക്കലും ഭർത്താവിന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഏതൊരു കലാകാരനും തൻ്റെ കലയിൽ ഏർപ്പെടുമ്പോൾ ആനന്ദം ലഭിക്കുന്നു. എന്നാൽ ഫിസ എന്ന കലാകാരിക്ക് ഒരിക്കലും സന്തോഷമെന്ന് അറിഞ്ഞിട്ടില്ല. എങ്കിലും തൻ്റെ പരിഭവങ്ങൾ ആരോടും പങ്കുവയ്ക്കാതെ വീട്ടുകാര്യങ്ങൾ എല്ലാം ഭംഗിയായി ചെയ്തു തീർത്ത് തൻ്റെ മാനസിക സംഘർഷം കുറയ്ക്കാൻ അവൾ ചിത്രവരയിൽ ഏർപ്പെടുന്നുണ്ട്. തൻ്റെ വരെ പുച്ഛിക്കുന്നവർക്ക് നേരെ മറുപടി പറയുകയോ എതിർത്ത് പറയുകയോ ചെയ്യുന്നില്ല. എല്ലാം മനസ്സിലൊതുക്കി ചിത്രരചനയിലൂടെ ആനന്ദിക്കാൻ ശ്രമിക്കുന്നു. ഫിസ എന്നാൽ മൂടൽമഞ്ഞ് എന്നാണ് അർത്ഥം. അതുപോലെ അവളുടെ ജീവിതവും ഒരു മൂടൽമഞ്ഞിൽ പെട്ടതുപോലെയാണ്. വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ഇടയിൽപ്പെട്ടവൾ. എങ്കിലും തൻ്റെ കഷ്ടതകളിൽ നിന്നും സ്വയം ഉയർന്നു വരാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ സർവം സഹിയായ ഒരു ഭാര്യയെ, അമ്മയെ, ഒരു കുടുംബിനിയെ നമ്മൾക്ക് ഫിസയിൽ കാണാൻ കഴിയുന്നു. അടുത്ത ചോദ്യം, ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിത്രകാരി വരയ്ക്കുന്ന ചിത്രങ്ങൾ ഈ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് വളരെ യോജിച്ചതാണ്. കാട്, മലകൾ, മരങ്ങൾ, ഇലങ്ങൾ തുടങ്ങിയവയാണ് ചിത്രങ്ങൾ. കലാകാരിയുടെ ജീവിതവും വരയ്ക്കുന്ന ചിത്രങ്ങളും വളരെ ഇഴകി ചേർന്നിരിക്കുന്നു. അടുപ്പത്തെ പണി ഒരു കടല ഫിസേ, അതങ്ങോട്ട് തീർന്നെന്ന് പറയാൻ പറ്റിയെങ്ങനെയാ? എൻ്റെ പെയിൻ്റടിക്ക് പോലെ അല്ലത്, എന്നാലും ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയില്ല. ചിത്രകാരി പറഞ്ഞതിലെ കുറച്ച് വരികളാണിത്. ഇനി ഓർമ്മയുടെ ഞരമ്പ് എന്ന കെ.ആർ. മീരയുടെ നോക്കാം. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്രേ. എന്താ ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വരണം. മുകളിൽ നൽകിയ രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നത് പോലുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ചർച്ച സംഘടിപ്പിക്കുക. ഈ രണ്ട് കഥാസന്ദർഭങ്ങളിലും കലാകാരികളായ സ്ത്രീകളെ വീടുകളിൽ ഒതുങ്ങിക്കൂടാൻ പ്രേരിപ്പിക്കുന്ന വരികളാണ്. സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിലും മറ്റും വന്നു എന്തെങ്കിലും അവരുടെ കഴിവ് തെളിയിച്ചാൽ അവർക്ക് കിട്ടുന്ന പേരുകൾ തൻ്റെ, തന്നിഷ്ടക്കാരി, അഹങ്കാരി തുടങ്ങിയവയാണ്. ഇന്നത്തെ കാലത്ത് ഇതത്ര ഇല്ലെങ്കിലും ചില ഇടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. സ്ത്രീകൾ എന്നും വീടുകൾ ഒതുങ്ങിക്കൂടി വീട്ടുകാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം, കുട്ടികളെ നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം തുടങ്ങിയവ
സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ ജോലി ചെയ്യാനും സമൂഹത്തിൽ നല്ലൊരു നിലയിൽ എത്താനുമുള്ള അവകാശമുണ്ട്. അത് പലപ്പോഴും തള്ളിക്കളയുകയാണ് ചെയ്യാറ്. സ്ത്രീകൾ സമൂഹത്തിൽ ഇടപഴകിയാൽ എന്തെങ്കിലും അപകടം സംഭവിക്കും, അല്ലെങ്കിൽ പൊതുജനങ്ങൾ എന്തു പറയുമെന്നുമാണ് എല്ലാവരുടെയും ചിന്തകൾ. ഇത് ഇനിയും മാറാൻ സമയമായി എന്ന് വേണം പറയാൻ.